യെസ് ഇറ്റ്സ് മൈ ടൈം ടു ഗോ എന്നുള്ള രീതിയിലായിരുന്നു. ഒരു കോളിംഗ് വന്ന പോലെ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്, അതിലൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ടൊരു മുൻവിധിയോടെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു മുൻവിധി കാണുമ്പോൾ എനിക്കൊരു അതൊരു എന്താ പറയുന്നത്, നമ്മളൊരു മുൻവിധിയായിട്ട് നമ്മളൊരു കാര്യം കാണുമ്പോഴേ തന്നെ അത് തെറ്റായി പോയില്ല. ശശി തരൂർ സാറിന് ഒത്തിരി പുള്ളി ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഒത്തിരി അലൈൻ ആവുന്നുണ്ട്. ഇപ്പോൾ പുള്ളി ഈയിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ലോ ആണെങ്കിലും ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ലോ. തികച്ചും തേജോഗം ചെയ്യുന്ന പോലെ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നി. പക്ഷെ അതൊരു ആൾക്കാരെ നമ്മൾക്കൊരിക്കലും പറഞ്ഞു പോകാം. അത് അവരുടെ മെച്യൂരിറ്റി ലെവൽ, അവരുടെ സംസ്കാരം കാണിക്കുന്നു. പ്രായത്തിൻ്റെ പരിമിതികൾ ഉണ്ടാവാമെങ്കിലും എൻ്റെ കൂടെയുള്ള ബാക്കി 25 പേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഐഡിയാസും ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ് ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത്? ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷത്തോടെ തന്നെ ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി ഡ്യൂട്ടീസും ഉണ്ട്. അത് ഈ പ്രായത്തിൻ്റെ പരിമിതികൾ ഉണ്ടാവാമെങ്കിലും എൻ്റെ കൂടെയുള്ള ബാക്കി 25 പേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഐഡിയാസും ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. ഇവർക്കൊപ്പം നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങാം, അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങാം എന്ന തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു? അച്ഛനും വെല്ലിച്ചനാണ് ആദ്യം നിന്നത്. ഇവർ രണ്ടുപേരും സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്നോട് ചോദിച്ചു, നീ നിൽക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ നീ ഇതിനെപ്പറ്റി പഠിക്കുക, ബാക്കി നിൻ്റേതായിരിക്കും ഡിസിഷൻ എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിലെ തൊട്ട് രാഷ്ട്രീയം കണ്ട് വളരുന്നതാണ്, ആൾക്കാരുടെ ഇടപെടകി വളരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു യെസ് ഇറ്റ്സ് മൈ ടൈം ടു ഗോ എന്നുള്ള രീതിയിലായിരുന്നു. ഒരു കോളിംഗ് വന്ന പോലെ തോന്നി. പിന്നെ ഞാൻ വാർഡ് കയറിയപ്പോഴെല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു കൗൺസിലറായിട്ട് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം നടന്നതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. വാർത്തകൾ ആദ്യം നിറഞ്ഞത് അച്ഛൻ മത്സരിക്കുന്നു, മകൾ മത്സരിക്കുന്നു, അതുപോലെ തന്നെ ദിയയുടെ അച്ഛൻ്റെ സഹോദരനും, ഒരു കുടുംബത്തിലെ തന്നെ 3 പേർ മത്സരിക്കുന്നു എന്നുള്ളത് വാർത്തയായിരുന്നു. ഈ വാർത്തകൾക്കൊപ്പം തന്നെ വിമർശനങ്ങളും അതുപോലെ തന്നെ ട്രോളുകളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഉറപ്പായിട്ടും അത് കറക്റ്റാണ് വരുന്നത്. ഒത്തിരി ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആക്ച്വലി വേദനിപ്പിക്കുന്ന കമൻസും ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഓപ്പൺ ക്രിറ്റിസിസം ആണ്, അത് ഞാൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണം പൊളിറ്റീഷ്യൻസ് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതൊരു മോശം രീതിയിൽ അല്ലെങ്കിൽ ഒരു വൾഗർ രീതിയിൽ അങ്ങനത്തെ ഒരു കമൻസ് അല്ലെങ്കിൽ വരുമ്പം അത് നമ്മളെ തികച്ചും തേജോഗം ചെയ്യുന്ന പോലെ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നി. പക്ഷേ അതൊരു ആൾക്കാരെ നമ്മൾക്കൊരിക്കലും പറഞ്ഞു പോകാം. അത് അവരുടെ മെച്യൂരിറ്റി ലെവൽ, അവരുടെ സംസ്കാരം കാണിക്കുന്നു. അതിപ്പോൾ അത് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നതും ഇതിനൊക്കെ ഓവർകം ചെയ്ത് പോകേണ്ടതും ഇതൊരു പൊളിറ്റീഷ്യൻ്റെ സ്ട്രെങ്ത് ആണെന്ന് വിശ്വസിക്കുന്നു. അതിലേറ്റവും വേദനിപ്പിച്ചൊരു കോമൻസ് എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സമയത്തിൽ? എനിക്ക് തോന്നുന്നു അതിവിടെ പറയുന്നില്ല. അതൊക്കെ കമൻസ് ആ രീതിയിൽ പോട്ടെ, നമ്മൾ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ രക്ഷാധികാരിയായിട്ട് ഇങ്ങനെ സ്ഥാനമേറ്റൊരു സമയത്താണെങ്കിലും ഞെട്ടിച്ച കോളുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ മുതിർന്ന നേതാക്കളിൽ നിന്നാണെങ്കിലും അതിൽ ഒത്തിരിയും ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ വിളിക്കുകയുണ്ടായി. പക്ഷേ ഇവരോടൊക്കെ ഞാൻ ഇതിനു മുമ്പും പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അച്ഛൻ 20 വർഷമായിട്ട് കൗൺസിലറാണ്. അതിനു മുമ്പും പല പാർട്ടിയുടെ പല പോസ്റ്റുകളിൽ പുള്ളി ഇരുന്നിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ ഇവരെല്ലാവരെയും ഞാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ വീടുകളിൽ വെച്ചായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഇതിലോട്ട് കടന്നു വരുമ്പം ഇവരെല്ലാം നേരിട്ട് വിളിച്ച് ആശംസിച്ചതിൽ ഒരു സർപ്രൈസ് ഇല്ലായിരുന്നു. പക്ഷെ ഒത്തിരി സന്തോഷം തോന്നി, എന്നെ വിളിക്കാൻ തോന്നിയല്ലോ എന്നുള്ളൊരിത്. ഇപ്പോൾ ചിലരൊക്കെ പോസ്റ്റുകളിലൊക്കെ എഴുതുന്നുണ്ട് 2023 പിതാവ് ബിനുവിന് നഷ്ടപ്പെട്ട ആ കൗൺസിലർ സ്ഥാനമാണ് ഇപ്പോൾ, അല്ല ആ ഒരു നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഇത് അച്ഛനുള്ള ഒരു സമ്മാനമായി മകൾ നൽകുന്നു എന്നാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഡോട്ടർ അല്ലെങ്കിൽ ഒരു ചൈൽഡ് എന്ന നിലയിൽ യു ക്യാൻ ഓൺലി ഡു സോ മച്ച് ഫോർ യുവർ പേരൻസ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇങ്ങനൊരു കാര്യം എന്നിലൂടെ ചെയ്തത് എനിക്കൊന്നൊരു ദൈവനിയോഗമായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഒരു 21 വയസ്സുകാരി ഒരു 2 മാസം മുമ്പ് വരെ ഈ ഒരു പ്ലാനേ ഇല്ലായിരുന്നല്ലോ. അത് എനിക്കൊന്നതൊരു ദൈവനിയോഗമായിട്ട് തന്നെ കാണുന്നൊരു, വേറെ ഒന്നും അതിനെ ഞാൻ വിളിക്കുന്നില്ല, ഒരു കോയിൻസിഡൻസ് ആണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു കാലം കാത്തു വെച്ചൊരു കാവ്യനീതിയാണ്. അതെനിക്ക് അച്ഛനെ എന്നിലൂടെ എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. അങ്ങനെ ആദ്യം ആരായിരുന്നു പറഞ്ഞത് ഇങ്ങനെ ചെയർപേഴ്സൺ ആവണം എന്നുള്ളൊരു
കാര്യം ആരും ആദ്യം മുന്നോട്ട് അത് വെക്കുന്നത്? ജയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിതൊരു ആർക്കും ഒരു ഏതൊരു പാർട്ടീസിനും ക്ലിയർ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ സ്വതന്ത്രർ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം അതൊരാളിലേക്ക് ഞാൻ ചുരുക്കുന്നില്ല, നമുക്ക് പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പൊ കോൺഗ്രസിന് പിന്തുണ നൽകാം എന്നുള്ള ഒരു തീരുമാനം, അതിന്റെ പുറകിൽ എന്തായിരുന്നു? ഞങ്ങൾ ജയിച്ചതെല്ലാവരും പൂർണ്ണ സ്വതന്ത്രരായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 3 വാർഡുകളിലായിട്ടാണല്ലോ ജയിച്ചത്, 13, 14, 15. ഞങ്ങൾ ഇവിടെ തന്നെ ആണെങ്കിൽ ഒരു വാർഡ് സഭ വിളിച്ചു കൂട്ടിയായിരുന്നു. ഒരു ഷോർട്ട് നോട്ടീസിൽ ഒരു 600-650 ആൾക്കാർ ഇതിൽ പങ്കെടുത്തിരുന്നു. ഇവരോടെല്ലാം നമ്മളുള്ള അഭിപ്രായം ചോദിച്ചിരുന്നു. അത് പരസ്യമായിട്ട് പറഞ്ഞവരുണ്ട്, അത് കാർഡിൽ എഴുതി തന്നവരുണ്ട്. അപ്പം ഇവരിലൊരു ഭൂരിപക്ഷം അഭിപ്രായം യു ഡി എഫിന് പിന്തുണ നൽകണം, അല്ലെങ്കിൽ അവരോട് ആദ്യമേ ചർച്ച ചെയ്യണമെന്നായിരുന്നു. നമ്മൾ ആ ഒരു ഇത് ഉറപ്പായിട്ടും മാനിക്കും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കൂറും കടപ്പാടും ഇന്നും ഉണ്ടായിരിക്കുന്നത് ജനങ്ങളോടാണ്. ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ ആദ്യമേ തന്നെ യു ഡി എഫിനോട് സംസാരിച്ചിരുന്നു. അതൊരു നല്ല രീതിയിൽ ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ദിയയുടെ ആണെങ്കിലും ദിയയുടെ പിതാവിൻ്റെ ആണെങ്കിലും അടക്കം തീരുമാനമാണ് കോൺഗ്രസ് എമ്മിനെ ഇപ്പോൾ പ്രതിപക്ഷത്തേക്ക് മാറ്റിയിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് മുത്തച്ഛനടക്കമുള്ള ആളുകൾ കോൺഗ്രസ് എമ്മിൽ പ്രവർത്തിച്ച് വന്ന ഒരാളാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ജോസ് കെ മാണി അടക്കമുള്ള ആളുകളുടെ ഒരു രാഷ്ട്രീയ ഭാവി ഇനി എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? കാരണം നിങ്ങളവരെ പ്രതിപക്ഷത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ജനങ്ങളുടെ തീരുമാനമായിരുന്നു. ഇപ്പോൾ അവരൊരിക്കലും അവരായിരുന്നു ഇത്രയും കാലം പാലാറുണ്ടായിരുന്നത്. എനിക്കൊന്ന് ഇതെല്ലാം നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ ആക്ച്വലി റൂൾ ചെയ്യുന്നത് പീപ്പിളാണെന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പൊളിറ്റീഷ്യൻസ് മറന്നു പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ജനങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നിക്കാണും. അതിനുവേണ്ടി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ വേർഡ്സാണ്, അവരത് യൂസ് ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ ജനഹിതമാണിത്, ജനങ്ങളെടുത്ത തീരുമാനമാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും ജനങ്ങൾ തന്നെ തീരുമാനിക്കും. ഇനിയിപ്പോൾ ആണെങ്കിലും ഉടനെ ഇലക്ഷൻസ് വരികയാണെങ്കിൽ അതിലാണെങ്കിലും ജനഹിതം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജെൻസി മേയർ എന്നൊക്കെയാണ് കമൻസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ദിയയുടെ ഒരു വിജയത്തിലേക്ക് നയിച്ച എന്തായിരിക്കും ദിയ കരുതുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ ഫുൾ ക്രെഡിറ്റ് ഒരിക്കലും എടുക്കുന്നില്ല. എനിക്ക് ഒരു അച്ഛൻ അല്ലെങ്കിൽ വല്യച്ഛൻ പകർന്നു തന്ന ഒരു എന്താ പറയുന്നത് നോളജും അവരുടെ മോറൽസും ഇൻറ്റഗ്രിറ്റിയും ഉണ്ട്. ഞാൻ ജയിച്ചത് അച്ഛൻ്റെ സിറ്റിംഗ് വാർഡിലാണ് ജയിച്ചത്. ഇവരെ ഈ 3 വാർഡിലെ ആൾക്കാർ എനിക്കൊരിക്കലും അപരിചിതരല്ല. കുഞ്ഞുനാളിലെ തൊട്ട് ഈ ജനസഭയ്ക്കൊക്കെ പോകുമ്പോൾ ഞാനും പോകുമായിരുന്നു, അല്ലെങ്കിൽ ഇവർ വീട്ടിൽ വരുമ്പോഴല്ല ഇവരോട് ഉൾപ്പെടെ ഞാനും സംസാരിക്കുമായിരുന്നു. അതെല്ലാം ആ ഒരു മേ ബി അച്ഛനിലുള്ള ആ ഒരു വിശ്വാസമാണ് അവരെനിക്കും തന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം അത്രയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരായിരിക്കും ഇപ്പോൾ ചോദിച്ചാൽ? ഉറപ്പായിട്ടും ഞാൻ അച്ഛനാണെങ്കിൽ അതെ. അതല്ലാണ്ട് വേറൊരാളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനെ പറ്റി തന്നെ പറയും. ഒരു വിഷണറി ആയിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി മോറൽസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾക്ക് ഞാനെന്ന് പറഞ്ഞാൽ ജെൻസി മാത്രമല്ല എല്ലാ ജനറേഷനിലുള്ളവരെ ഒരുപോലെ നോക്കിക്കാണുന്നൊരു വ്യക്തിയാണല്ലോ അദ്ദേഹം. ഇപ്പോഴത്തെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെ ഒരു പാറ്റേൺ വരുമ്പോൾ ആരോടായിരിക്കും കൂടുതലൊരു സ്നേഹം തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ ആരോടായിരിക്കും? എനിക്ക് തോന്നി ഒരിക്കലും പേരെടുത്ത് എനിക്ക് ആരെയും ഞാൻ പറയുന്നില്ല. കാരണം ഒത്തിരി ആൾക്കാരിൽ എനിക്ക് ഒത്തിരി ക്വാളിറ്റീസ് ഇഷ്ടമാണ്. ശശി തരൂർ സാറിനെ ഒത്തിരി പുള്ളി ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഒത്തിരി അലൈൻ ആവുന്നുണ്ട്. ഇപ്പോൾ പുള്ളി ഈയിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ലോ ആണെങ്കിലും ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ലോ ആണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ, അപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ ഒരു ജെൻസി കാറ്റഗറി ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഭയങ്കര വൈറലായ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ യുവാക്കൾക്ക് വേണ്ടി അദ്ദേഹം കൂടുതൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇനി എന്തൊക്കെയായിരിക്കും യുവാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്നാണ് ദിയയ്ക്കൊരു തോന്നലുള്ളത്? എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് ചെയ്താലും അതൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് എന്താണെങ്കിലും നമ്മൾ ബേസിക് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണം. അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. പക്ഷേ നമുക്ക് ജനങ്ങളിലേക്ക് നേരിട്ടൊരു ഡിഫറൻസ് എത്തിക്കാൻ പറ്റുന്നത് ഈ ലോക്കൽ ബോഡി ഗവൺമെൻറ്റ്സ്, ഇപ്പം ഗ്രാമപഞ്ചായത്ത് ആട്ടെ മുനിസിപ്പാലിറ്റീസ് ആട്ടെ. അപ്പോൾ ആ ഒരു സപ്പോർട്ടോടെ ജെൻസിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ. നമുക്ക് ഇനഫ് റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മുടെ
കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് അവർ എബ്രോഡ് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് അവരെ ഇവിടെ നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അവർക്ക് അവരുടെ സ്കിൽസിനുള്ള റിട്ടേൺസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ മെച്ചപ്പെടുകയാണെങ്കിൽ, ഇവിടുത്തെ നമ്മുടെ വ്യവസായ സാമ്പത്തികം മെച്ചപ്പെടുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആൾക്കാർ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യും. ഇവിടുത്തെ നമ്മുടെ ബേസിക് കമ്മ്യൂണിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യും. അപ്പം യൂത്തിനെ ഇവിടെ തന്നെ നിർത്തണം, എന്നാലും നമ്മുടെ നാട് വളരുള്ളൂ. ഇതൊക്കെ എന്ത് മാറ്റമാണ് പാലയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ചെയർപേഴ്സണൈസ് അധികാരം ഏൽക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, പാല എന്ന് പറയുന്നത് നമ്മുടെ നഗരസഭയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നഗരസഭാസാണ്. പക്ഷേ അതിൽ തന്നെ ഒത്തിരി പ്രോബ്ലംസും ഉണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പക്ഷേ ഞാൻ ഒരു പ്രാഥമിക അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ കുറേ പ്രോജക്ട്സ് നമുക്ക് ഹാഫ് വേ മുടങ്ങി കിടപ്പുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട്? ചിലത് കുറേ ഫണ്ടിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, കുറേ റിസോഴ്സസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് പഠിച്ച് ഹാഫ് വേ ഉള്ള പ്രൊജക്ട്സിന് എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. എക്സിസ്റ്റിംഗ് പ്രൊജക്ട്സിനെ പറ്റിയാണെങ്കിൽ അത് നമുക്ക് കുറേ ബെറ്റർ ആക്കാനുണ്ട്. നമ്മുടെ പാല ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇറ്റ് ഈസ് ഗുഡ് ഹോസ്പിറ്റൽ. പക്ഷേ ലൈക്ക് ഒരു കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്തൊരു കാരണം അവിടുത്തെ സ്കാനിങ് മെഷീൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ലിഫ്റ്റ്സ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ പ്രാഥമികമായിട്ട് പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനത്തെ അവിടെ കുറേ മാറ്റങ്ങൾ വരാനുണ്ട്. ഇതൊക്കെ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ഒന്ന് മോഡേണൈസ് ചെയ്താലേ ഇതൊക്കെ ഒന്ന് മോഡേണൈസ് ചെയ്യണം. ഇപ്പം പിന്നെ നമ്മുടെ പല ഗ്രൗണ്ട് ട്രാക്സ് ഒക്കെ പോയി കിടക്കുന്ന ട്രാക്സ് ഉണ്ട്. ഇതൊക്കെ റിപ്പയർ ചെയ്താലേ നമുക്കിതൊരു ഇൻ്റർനാഷണൽ ലെവൽസിലേക്ക് ഉയർത്താൻ പറ്റൂ. എന്നാലേ മാച്ചസ് നടക്കുകയുള്ളൂ. എന്നാലേ അങ്ങനെയുള്ള പിന്നെ പലയിലെ ടൂറിസം നമ്മളൊരു ഹാഫ് വേ പോയിൻ്റ് ആണ്. ഇപ്പോൾ വാഗമൺ ആണെങ്കിലും നമുക്ക് ഒത്തിരി ടൂറിസ്റ്റ് സ്പോട്ടുകൾ അടുത്തുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ട് റോഡ്സ് ഉണ്ട്, ഗതാഗതക്കുരുക്കളുണ്ട്, മാലിന്യമുണ്ട്, പിന്നെ സ്ട്രേ ഡോഗ്സ് ഉണ്ട്. സ്ട്രേ ഡോഗ്സിന് നിങ്ങൾക്കറിയാം അത് കുറേ ലീഗാലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അത് ലീഗാലിറ്റി വെച്ച് നമുക്കതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കണം. പിന്നെ തൊഴിലുറപ്പ് അല്ലെങ്കിൽ പുതിയ തൊഴിൽ എന്താ പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അതിനൊക്കെ വ്യവസായങ്ങളായിട്ട് നമ്മൾ കോർപ്പറേറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് ബേസിക്കലി ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ 21 വയസ്സുകാരി മത്സര രംഗത്ത് എന്ന് പറയുമ്പം അതിനെ പരിഹാസത്തോടെ കണ്ട ആളുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നൊരു മുൻവിധിയോടെ ഇതൊരിക്കൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്, അതിലൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ടൊരു മുൻവിധിയോടെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു മുൻവിധി കാണുമ്പോൾ എനിക്കൊരു അതൊരു എന്താ പറയുന്നത്, നമ്മളൊരു മുൻവിധിയായിട്ട് നമ്മളൊരു കാര്യം കാണുമ്പോഴേ തന്നെ അത് തെറ്റായി പോയില്ല. നമ്മളൊരു പ്രിജുഡൈസ് വെച്ച് നമ്മളൊരു കാര്യം ഓൾറെഡി അനലൈസ് ചെയ്ത് ഇത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു, അപ്പോൾ തന്നെ നമ്മളത് തെറ്റാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ഏജ് മാത്രമല്ല ഒരു കാര്യം. ഇപ്പോൾ ഒരു ഫെയിൽ ആവാൻ ഏജ് മാത്രമല്ല അവിടുത്തെ വേറെ ഇഷ്ടം പോലെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ആ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ മാറ്റി നിർത്തി ജസ്റ്റ് ഏജ് കാരണം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ ആ അനലൈസിസ് റോങ് ആയി പോവാണ്.